PIVOC 6th Sum പേപ്പർ അഡ്വാൻസ്മെൻറ്റ് ഇൻ ഇമേജിംഗ് മൊഡാലിറ്റീസ് യൂണിറ്റ് 2 കണ്ടിന്യൂ ചെയ്യാണ്. നമ്മളിനി പറയാൻ പോകുന്നത് പർട്ടിക്കുലർ കേസസ് ആണ്. ഇപ്പോൾ ഇത്രയും പറഞ്ഞ ഫാമിലീസിനൊപ്പം തന്നെ പർട്ടിക്കുലർ കേസാണ് ഇനി പറയാൻ പോകുന്നത്. ഒന്ന് ലീനിയർ ഡിറ്റക്ടേഴ്സ്, പിന്നെ എന്താണ് മൾട്ടി ലീനിയർ ഡിറ്റക്ടേഴ്സ്, പിന്നെ CMOS കമ്പോണൻസ് എന്താണെന്നൊക്കെയുള്ളതാണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ലീനിയർ ഡിറ്റക്ടേഴ്സ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ കൺവേർഷൻസ് നടക്കുന്നുണ്ട്, ഒന്നെങ്കിൽ നേരിട്ട് ഡയറക്റ്റോ അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട്. അപ്പോൾ ഈ ഡിറ്റക്ടേഴ്സ് എന്ത് ചെയ്യും, ലീനിയർ ക്യാമറ യൂസ് ചെയ്യും. ഓക്കെ, അതിനാണ് നമ്മൾ ലീനിയർ ഡിറ്റക്ടർ എന്ന് പറയുന്നത്. അവിടെ ഒരു അറേ ഉണ്ടാവുന്നുണ്ട്, അതിനാണ് നമ്മൾ ലീനിയർ ഡിറ്റക്ടർ അറേ എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഉണ്ടാവുന്ന ബാക്ക് സ്കാറ്ററിങ് റേഡിയേഷൻസിനൊക്കെ റിമൂവ് ചെയ്യാം, എലിമിനേറ്റ് ചെയ്ത് കളയാനായിട്ട് നമുക്ക് LDA യൂസ് ചെയ്യാം. മാത്രമല്ല അതിൻ്റെ ഹെൽപ്പ് ഉണ്ട്, ആര് കൂടെ ചെയ്യുന്നത്, അത് കൊളിമേറ്ററിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് അത് ചെയ്യുന്നത്. ഓക്കെ, ഇനി സ്കാനിങ്ങിൻ്റെ ഒരു മെക്കാനിക്സ് വരുമ്പോൾ അവിടെ സോഴ്സ് ഡിറ്റക്ടർ ഉണ്ടായിരിക്കണം, എന്നാലാണ് നമുക്ക് നല്ലൊരു ഇമേജ് കിട്ടുന്നത്. ഈ മൂവ്മെൻറ്റിൻ്റെ സ്പീഡിനനുസരിച്ചിട്ടാണ്, അല്ലെങ്കിൽ മൂവ്മെൻറ്റിൻ്റെ സ്പീഡ് ഡിപ്പെൻഡ് ചെയ്യണത് എന്തിനെയാണ്, സെൻസറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. സെൻസറിൻ്റെ എത്രത്തോളം ക്വാളിറ്റി അനുസരിച്ച് നമുക്ക് എന്ത് കിട്ടും, മൂവ്മെൻറ്റ് നമുക്ക് പ്രോപ്പറായിട്ട് ചെയ്യാനായിട്ട് പറ്റും. ജിയോമെട്രി ഓഫ് ഡിറ്റക്ഷൻ എന്ന് പറയുന്നത് മെയിനായിട്ട് എത്ര വോളിയം ഉണ്ട് കണ്ടെയ്നേഴ്സ്, അതുപോലെ ഓരോ അപ്ലിക്കേഷൻസ് അനുസരിച്ചിട്ടാണ് വരുന്നത്. ദെൻ വരുന്നതാണ് മൾട്ടി ലീനിയർ ഡിറ്റക്ടേഴ്സ്. ഇവരുടെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് മെയിനായിട്ട് മുന്നത്തെ നമ്മുടെ ലീനിയർ ഡിറ്റക്ടേഴ്സിനെ പോലെ തന്നെയാണ്, പക്ഷേ ഇവിടെ വന്നത്തിലൂടെ സെൻസിറ്റീവ് ആയിട്ടുള്ള പിക്സൽസ് ആയിരിക്കും. അത് വർക്ക് ചെയ്യുന്നത് എന്താണ്, TDI-യിലാണ്, ടൈം ഡിലേ ഇൻറ്റഗ്രേഷൻ മോഡിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇമേജ് ഒബ്ജക്റ്റിൻ്റെ ഓരോ പോയിൻറ്റും എന്താണ്, നമുക്കത് പിക്സൽ വെച്ചിട്ട് ഡിറ്റക്ടറിൻ്റെ പിക്സൽ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കത് ചെക്ക് ചെയ്ത് എന്താ പറയുക ഡിറ്റക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന സിഗ്നൽസൊക്കെ എന്താണ് ഇലക്ട്രിക്കലി നമ്മൾ ആഡ് ചെയ്തിട്ട് ഒബ്ജക്റ്റിനെ സ്ക്രോൾ ചെയ്തിട്ടാണ് നമ്മൾ ഓരോ പോയിന്റ് നമ്മൾ കണ്ടുപിടിക്കുന്നത്, ഡിറ്റക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് സിഗ്നലിനെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് എന്താ നോയ്സ് റേഷ്യോ കുറയ്ക്കാനൊക്കെ ആയിട്ട് പറ്റും. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് നമ്പർ ഓഫ് ഇൻഡിക്കേറ്റഡ് ലൈൻസിലാണ് അത് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ വരുന്നതാണ് CMOS കമ്പോണൻറ്റ് എന്ന് പറയുന്നത്. ഫുൾ ഫോം വരുന്നത് കോംപ്ലിമെൻ്ററി മെറ്റൽ ഓക്സൈഡ് സിലിക്കോൺ എന്നുള്ളതാണ്. CCD-നെക്കാട്ടിലും എന്താണ് ബെനിഫിറ്റ്, കാരണം കംപ്ലീഷനാണ്, നമുക്ക് ടോട്ടലായിട്ടുള്ള മൊത്തത്തിലുള്ള പിക്സൽ സർഫസ് നമുക്ക് അറിയാനും അതുപോലെ സെൻസിബിളായിട്ട് നമുക്ക് റിപ്പോർട്ട് കിട്ടാനും CMOS ഇത്രയും ഹെൽപ്ഫുള്ളാണ്. നമ്മളൊരു ആംപ്ലിഫയർ കൂടി ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഗുണം, അപ്പോൾ നമുക്ക് നോയ്സ് റേഷ്യോൻ്റെ അവിടെയുള്ള സിഗ്നൽ ടു നോയ്സ് റേഷ്യോ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. CMOS ടെക്നോളജി മെയിനായിട്ട് എന്താ സെൻസറും അതുപോലെ ഡിജിറ്റലൈസ്ഡ് ഇമേജസ് ഉണ്ടാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് കൊണ്ടുവരുന്നത് CMOS ഇമേജ് സെൻസേഴ്സ് ഉണ്ട്, അതാണ് CIS അല്ലെങ്കിൽ CMIS അല്ലെങ്കിൽ CMOS എംബലേഷസ് എന്ത് ചെയ്യുന്നു വിത്ത് ഇമേജ് സെൻസർ എന്നുള്ളതാണ് പറയുന്നത്. പലതരത്തിലുള്ള അഡ്വാൻറ്റേജസ് ഗുണങ്ങളുണ്ട്. ഇനി സബ് മൈക്രോണിക്സ് CMOS പ്രോസസ്സ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു, നല്ലപോലെ ഹോൾഡിങ് കപ്പാസിറ്റി ഉണ്ടായിരിക്കും പലതരത്തിലുള്ള റേഡിയേഷൻസ് വരുമ്പോൾ എന്നുള്ളതാണ് ഒരു ഗുണം. ഇനി ക്വാളിറ്റി പാരാമീറ്റേഴ്സ്, ഒരു ഇമേജിൻ്റെ ക്വാളിറ്റീനെ ഡിപ്പെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ബാധിക്കുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ്, ഒന്ന് ഡയമീറ്ററാണ്, സ്പോട്ടിൻ്റെ ഡയമീറ്റർ. രണ്ട് ഡിസ്റ്റൻസ് ഇൻഡിക്കേഷൻ സെൻസറാണ്, അതിനെ A എന്ന് പറയും. ഡയമീറ്റർ നമ്മൾ സ്മോൾ d എന്ന് പറയും. ദെൻ ഡിജിറ്റൽ സോഴ്സ് സെൻസറിനെ F എന്ന് പറയും. ദെൻ ജോമെട്രിക്കൽ ബ്ലറിങ്ങിനെ നമ്മൾ FG എന്ന് പറയും. ദെൻ കൈനറ്റിക് ഫസിനെസ് എന്ന് പറയണത് എന്താണെന്നാണ് പറയാൻ പോകുന്നത്. ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സെൻസറിൻ്റെ ഒരു മൂവ്മെൻറ്റ് കാരണം, ഓക്കെ, ഈ ഒബ്ജക്റ്റിൻ്റെ സോഴ്സ് നമ്മൾ ഈ ഇമേജിനെ ഇൻറ്റിഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ സെൻസറിൻ്റെ അവിടെ സോഴ്സിൻ്റെ അല്ലെങ്കിൽ ഈ ഒബ്ജക്റ്റിൻ്റെ അവിടെ വരുന്ന മൂവ്മെൻറ്റ് കാരണം ഉണ്ടാകുന്ന ഒരു ബ്ലറിങ് ആണ്, ഇമേജ് ബ്ലർ ആവുന്നതാണ് എന്ത് കൈനറ്റിക് ഫസിനെസ് എന്ന് പറയണത്. ഓക്കെ, അപ്പം നമ്മൾ ടെമ്പറൽ റെസൊല്യൂഷൻ സെൻസറിനെ കറക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ വരുന്നതാണ് ഇൻറ്റേർണൽ ബ്ലറിങ്. അത് മെയിനായിട്ട് നമ്മുടെ റേഡിയേഷൻസ് സ്ക്രീനിൽ സ്പ്രെഡ് ആവുന്ന സമയത്ത് വരുന്ന ഒരു ബ്ലറാണ് ഇൻറ്റേർണൽ ബ്ലറിങ് എന്ന് പറയുന്നത്. പിന്നെ മറ്റ് ഇൻട്രാക്ഷൻസ് ജസ്റ്റ് ഒന്ന് പഠിച്ചാൽ മതി. ദെൻ നോയ്സസ് എന്ന് പറയണത് മെയിനായിട്ട് ഫോട്ടോണിക് നോയ്സ് എന്നാണ് പറയുക. അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്ക് കിട്ടേണ്ട ഇമേജിൻ്റെ ഒപ്പം തന്നെ കൂടെ കാണപ്പെടുന്ന ഭാഗങ്ങളെയാണ് നമ്മൾ എന്ത് പറയുക, നോയ്സ് എന്ന് പറയണത്. ഇലക്ട്രോണിക് നോയ്സും ഉണ്ട്, ഡിഫ്യൂഷൻ നോയ്സും ഉണ്ട്. ഇത് രണ്ടും നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റുക ക്വാണ്ടം സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ എക്സ്റേ എത്രത്തോളം ഡിറ്റക്റ്റ് ചെയ്യുന്നുണ്ട് സോഴ്സിനനുസരിച്ചിട്ട് അത് മാറിക്കൊണ്ടിരിക്കും. ദെൻ സ്കാറ്ററിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒബ്ജക്റ്റിൻ്റെ പിന്നിലിരിക്കുന്ന ഡിറ്റക്ടർ അനാവശ്യമായിട്ടുള്ള വേണ്ടാത്ത ഡയറക്റ്റായിട്ടുള്ള ട്രാൻസ്മിറ്റർ റേഡിയേഷൻസിനെ കൂടി അത് അനാവശ്യമായിട്ടൊന്നല്ല നമ്മുടെ
സ്കാറ്ററിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒബ്ജക്റ്റിൻ്റെ പിന്നിലിരിക്കുന്ന ഡിറ്റക്ടർ എന്താണ് റിസീവ് ചെയ്യേണ്ടത് ഡയറക്റ്റ് ആയിട്ട് വരുന്ന ട്രാൻസ്മിറ്റഡ് റേഡിയേഷനാണ്. അതിൽ എന്തുണ്ടായിരിക്കും, ഇൻഫോർമേഷൻസ് ഉണ്ടായിരിക്കും. പക്ഷേ അത് റിസീവ് ചെയ്യണത് ബാക്ക് സ്കാറ്ററിങ് റേഡിയേഷൻസിനെയും കൂടി ആകുമ്പോഴത്തേക്കാണ് നമ്മൾ അതിനെ എന്ത് പറയുക, സ്കാറ്ററിങ് എന്ന് പറയണത്. അപ്പോൾ ഡിറ്റക്ടർ നമ്മൾ ഒബ്ജക്റ്റിൽ നിന്ന് എടുക്കുകയെന്നുണ്ടെങ്കിൽ എന്തുണ്ടാവും, ഈ ബാക്ക് സ്കാറ്ററിങ് നമുക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും ഡിറ്റക്ടറിൻ്റെ പുറത്തേക്കായിട്ട്. അപ്പോൾ എന്തുണ്ടാവും, ഈ സ്പ്രെഡിങ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു റേഷ്യോ നമ്മൾ ഉണ്ടാക്കും യൂസ്ഫുൾ സിഗ്നലിനെയും ടോട്ടൽ സിഗ്നൽ വന്നതിൻ്റെയും യൂസ് ചെയ്ത സിഗ്നലിൻ്റെയും അനുസരിച്ച്. അപ്പോൾ അത് കോളിമേറ്ററി യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാനായിട്ട് പറ്റും ഏതാണ് നമുക്ക് വേണ്ട സിഗ്നൽ, യൂസ്ഫുൾ ആയിട്ടുള്ള സിഗ്നൽ എന്നും ഈ വേണ്ടാത്ത റേഡിയേറ്റഡ് സോണിനെ കുറയ്ക്കാനും ഡിഫ്യൂസിങ് സോണിനൊക്കെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടാനും നമുക്ക് ഹെൽപ്പ് ചെയ്യും കോളിമേറ്ററൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ. ഓക്കെ, പിന്നെ ഒരു ഇമേജാണ് റേഡിയേഷൻ ടൈപ്സിൽ കോളിമേറ്റർ, എക്സ്റേ സോഴ്സ്, ഫിലിമിൻ്റെ ഒക്കെ ഒരു ഇമേജാണ്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. പിന്നെ വരുന്നതാണ് സ്പേഷ്യൽ റെസൊല്യൂഷൻ, നെക്സ്റ്റ് ഓഡിയോയിൽ ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു.